ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറി ഉള്ള കാര്യം പുള്ളി ഓർത്തില്ല. പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. വിട്ടില്ലേ, ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ആണ്, കൈ കൊടുത്ത് ചിരിച്ചോണ്ട് അവരെ സ്വീകരിച്ചു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഒരു ഗസ്റ്റിനെ അയാള് ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചോണ്ട് കൈ കൊടുത്ത് സ്വീകരിച്ചു. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. നമ്മൾ LGBTQ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡേ ഉള്ളൂ ഇതില്. അപ്പൊ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ട. ഇനിയിപ്പോ എന്താ പ്രശ്നം? പോയിന്റ്. എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നുന്നവന്മാരെ ലാത്തി അടിക്കുക. അവര് മോശക്കാരാന്ന് അവര് അങ്ങനെ എന്താ പറയാ ഇതെന്ന് ഉണ്ടെങ്കിൽ കേറി വരുമ്പോ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവര് അവര് പോയി ചാവാൻ പറയാൻ നമ്മളാളല്ല. മനസ്സിലാവും. നമ്മൾ എന്തായാലും LGBTQ സപ്പോർട്ട് ചെയ്യുന്നില്ല. 100-ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല. അതിലെന്താ പ്രശ്നം? വി ഡോണ്ട് സപ്പോർട്ട് LGBTQ. പക്ഷെ അവരോട് ഹെയ്റ്റ് നമുക്കില്ല, അത്രേ ഉള്ളൂ. വാട്ടെവർ. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയ ഉണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും.